ഞാൻ ഇന്ന് വരെ പങ്കെടുക്കുകയോ നേരിട്ട് കാണുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു ചടങ്ങിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെ ആയിരുന്നു ചടങ്ങ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. വൈകുന്നേരം ഞാൻ ഇവിടെ വരെ വന്നതാണ്. ഇത് നമ്മുടെ അപ്പുൻ്റെ വീടാണ്. അപ്പുൻ്റെ അനിയത്തിക്കുട്ടിയുടെ പ്യൂബർട്ടി സെറിമണി ആയിരുന്നു. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് അവർക്ക് പ്രൈവസി ഉണ്ട്, അവരുടെ പെർമിഷനോടെയാണോ വീഡിയോ എടുത്തത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. കാരണം ആരുടെയും പെർമിഷൻ ഇല്ലാതെ ഞാൻ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാറില്ല. ഇതിൻ്റെ ചടങ്ങുകളുടെ വീഡിയോ അപ്പുൻ്റെ അമ്മ എനിക്ക് അയച്ചു തന്നതാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമില്ലല്ലോ. ഇങ്ങനെയുള്ള ചടങ്ങുകളുടെ വീഡിയോസ് കാണുമ്പോൾ ചിലരെങ്കിലും നെഗറ്റീവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇതൊക്കെ ആരും അറിയാതെ വീട്ടിൽ ഒതുങ്ങേണ്ട ചടങ്ങുകളല്ലേ, പണ്ടൊക്കെ അങ്ങനെയല്ലായിരുന്നോ എന്ന്. പണ്ടും ഈ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത ആ കാലത്ത് ഇതൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല, അത് സത്യമാണ്. 13ാമത്തെ വയസ്സിലാണ് ഞാൻ പ്രായമാവുന്നത്. അന്ന് നല്ലെണ്ണ തേച്ചുള്ള കുളിയും പിന്നെ മധുരവും പ്രത്യേക ഒരു പായസം ഉണ്ടാക്കി തരിക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്നേറെ എന്നെ ചിരിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്കേറെ മധുരമൊക്കെ തരുമ്പോൾ ആങ്ങളെ പരിഭവിച്ച് നിൽക്കുന്നതാണ് കേട്ടോ, അവൻ എന്താ കൊടുക്കാത്തതെന്ന് വിചാരിച്ച്. ആ സന്തോഷമൊക്കെ കുറച്ച് ദിവസത്തേക്കേ ഉള്ളെന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. നീ തീർന്നടാ, നീ തീർന്ന് എന്നൊരവസ്ഥയില്ലേ, അതായിരുന്നു പിന്നീടുള്ള ജീവിതം. അന്ന് വരെ എനിക്ക് ആങ്ങളയുടെ കൂടെ എവിടെയെങ്കിലുമൊക്കെ പോയി ഓടിക്കളിക്കായിരുന്നു, ചാടി മറിയായിരുന്നു. അതിനുശേഷം ദൈവമേ, ഒരു മയവും ഇല്ലാത്ത കുറച്ച് ചിട്ടവട്ടങ്ങളും വിലക്കുകളും എല്ലാം കൂടെ നമ്മളെ കൂട്ടിലടച്ച കിളിയെ പോലെ ആക്കി കളഞ്ഞു. പക്ഷേ ഇന്നത്തെ പെൺകുഞ്ഞുങ്ങൾക്ക് ഈ ചടങ്ങുകളൊന്നും വിലക്കുകളല്ല സമ്മാനിക്കുന്നത്. അവരെ അത്ര കണ്ട് സുന്ദരിയാക്കി ഒരുക്കി എല്ലാവരുടെയും സ്നേഹസമ്മാനങ്ങളും മധുരവും ഒക്കെ നൽകി നിങ്ങൾ ഈ വീടിൻ്റെ മഹാലക്ഷ്മിയാണെന്ന് വിളിച്ചോതുന്ന ഒരു ചടങ്ങ് പോലെയാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. അല്ലാതെ ആ ദിവസങ്ങളിലൊക്കെ വിലക്കുകളുടെയും മാറ്റി നിർത്തലുകളുടെയും ലോകത്തേക്ക് തള്ളിയിട്ട് ഒരു പെൺകുഞ്ഞിൽ അപകർഷതാബോധം സൃഷ്ടിക്കുന്നതിനേക്കാളിലും എന്തു ഭംഗിയാണ് ഈ ഒരു ചടങ്ങിനല്ലേ.